പ്രൈസ് ദ ലോർഡ്. ജയോത്സവം മോർണിംഗ് മെസ്സേജിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ദൈവം അൺലിമിറ്റഡായ ദൈവമാണ്. നമ്മുടെ ദൈവം പരിമിതിയില്ലാത്ത ദൈവമാണ്. നമ്മുടെ ദൈവം സർവവ്യാപിയായ ദൈവമാണ്. നമ്മുടെ ദൈവത്തിൻ്റെ സാന്നിധ്യം സ്വർഗത്തിലും ഭൂമിയിലും ഒരുപോലെ ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തിൽ ആ സർവശക്തനായ ദൈവത്തെ സേവിക്കുവാൻ ഭാഗ്യം കിട്ടിയ ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. നമ്മുടെ ദൈവത്തിൻ്റെ സർവവ്യാപിത്വത്തെ ദാവീദ് 139 സങ്കീർത്തനത്തിൽ തൻ്റെ തൂലികയിലൂടെ വർണ്ണിച്ചിരിക്കുക. 139 സങ്കീർത്തനം അതിന് 7 മുതൽ 12 വരെയുള്ള വേദഭാഗങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്. ഞാൻ ഉഷസ്സിൻ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും, നിന്റെ വലം കൈ എന്നെ പിടിക്കും. ഇരുട്ടെന്നെ മൂടിക്കളയട്ടെ, വെളിച്ചം എൻ്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ടുപോലും നിനക്ക് മറവായിരിക്കയില്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും, ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. ഇവിടെ ദാവീദ് പറയുകയാണ്, നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്. എന്നിട്ട് ദാവീദ് പറയുകയാണ്, ഞാൻ ഉഷസ്സിൻ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും, നിന്റെ വലം കൈ എന്നെ പിടിക്കും. നോക്കുക, അടുത്ത വാക്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ഇരുട്ട് എന്നെ മൂടിക്കളയട്ടെ, വെളിച്ചം എൻ്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ടുപോലും നിനക്ക് മറവായിരിക്കയില്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും, ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. നോക്കുക, നമ്മുടെ ദൈവത്തിൻ്റെ സാന്നിധ്യം. സ്വർഗത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്, പാതാളത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. കൂരിരുട്ടത്ത് ആർക്കും കാണാൻ കഴിയാത്തതുപോലും നഗ്നമായി കാണുന്ന, പൂർണ്ണമായി കാണുന്ന സർവശക്തനായ ദൈവം. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഞാനും നിങ്ങളും സേവിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള ആഴമായ അറിവ് നമുക്കുണ്ടാകണം. നമ്മുടെ ദൈവം ഏതെങ്കിലും ഒരു പ്രാദേശിക സ്ഥലത്ത് ഒതുങ്ങി നിൽക്കുന്ന ദൈവമല്ല. ഏതെങ്കിലും ഒരു പ്രാദേശിക സ്ഥലത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ദൈവമല്ല. നമ്മുടെ ദൈവം അഖിലാണ്ടത്തിൻ്റെ ഉടയവനാണ്, സകലത്തിൻ്റെ സൃഷ്ടാവാണ്. ഈ ദൈവത്തെക്കുറിച്ചുള്ള ആഴമായ അറിവാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം കാണുന്നതിന് കാരണമായി തീരുന്നത്. എത്രത്തോളം ദൈവത്തെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ അത്രത്തോളം ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണുന്നതിന് കാരണമായി തീരും. ആമേൻ. വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കണം. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. ദൈവത്തിൻ്റെ മഹത്വം കാണണമെങ്കിൽ ദൈവത്തെ ആഴമായി വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ദൈവം ധന്യനായ ഏകാധിപതിയാണ്, രാജാതി രാജാവാണ്, കർത്താതി കർത്താവാണ്. താൻ മാത്രം അമർത്യതയുള്ളവനാണ്, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്, മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവനാണ്, ആർക്കും കാണാൻ കഴിയാത്ത സർവശക്തനായ ദൈവമാണ്. ഈ അറിവാണ് ദൈവിക വിടുതലുകൾ അനുഭവിക്കുന്നതിന് കാരണമായി തീരുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള സഹോദര സഹോദരി, പിതാവേ, മാതാവേ, ഈ ദൈവം നിങ്ങളുടെ അടുത്തുണ്ട്. നിങ്ങൾ ഇരിക്കുന്ന മുറിക്കകത്ത് ഒരുപക്ഷെ നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുകയായിരിക്കും, ആരും നിങ്ങളുടെ കൂടെ ഇല്ല. ഒരുപക്ഷെ ഒരു വലിയ വീടിനകത്ത് നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആളായിരിക്കാം. പലപ്പോഴും നിങ്ങൾ നിങ്ങളെ നോക്കി തന്നെ പറയുന്നുണ്ട്,
ഞാൻ ഒറ്റയ്ക്കാണ്, എൻ്റെ കൂടെ ആരുമില്ല, എന്നെ കാണാൻ ആരുമില്ല, എന്നെ അറിയാൻ ആരുമില്ല, എൻ്റെ മക്കൾ പോലും എന്നെ മറന്നതുപോലെ എനിക്ക് തോന്നുന്നു, ഞാൻ ഒറ്റയ്ക്കൊരു വീടിനകത്ത് ഏകാന്തതയിൽ കഴിയുന്നു. പ്രിയ പിതാവേ, നീ ഏകാന്തതയിലല്ല. എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം, ദാവീദ് പറഞ്ഞതുപോലെ, ഉഷസ്സിൻ്റെ ചിറക് ധരിച്ച് പാതാളത്തിൻ്റെ അറ്റത്ത് പോയി പാർത്താൽ അവിടെയും നിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് ദാവീദിന് തിരിച്ചറിയാൻ പറ്റിയതുപോലെ, പ്രിയ പിതാവേ, മാതാവേ, പ്രിയ സുഹൃത്തെ, നീ ആ ഏകാന്തതയുടെ നടുവിൽ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ സർവശക്തനായ ദൈവം ഉണ്ടെന്നുള്ള ആഴമായ വിശ്വാസം നിന്റെ സ്ഥിതി മാറ്റാൻ, നിനക്കൊരു വിടുതലായി തീരുന്നതിന് കാരണമായി തീരും. വിശ്വസിക്കണം, യേശു എൻ്റെ കൂടെ. നോക്കുക, നമുക്ക് നമ്മുടെ ദൈവത്തെ ചെറുതാക്കാൻ പറ്റും. ദൈവം ചെറുതാകത്തില്ല, നമുക്ക് ചെറുതാക്കാൻ പറ്റും. നമ്മുടെ വിശ്വാസം എത്രത്തോളം ഉണ്ടോ അത്രത്തോളമാണ് ദൈവത്തിൻ്റെ മഹത്വം നിന്റെ വിഷയത്തിന് മേൽ. അതാണ് ലാസറിൻ്റെ കല്ലറയ്ക്കൽ വന്ന യേശു മാർത്തയോടും മറിയോടും പറഞ്ഞൊരു കാര്യമുണ്ട്: വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. എന്ന് പറഞ്ഞാൽ, മരിച്ച ലാസറിനെ ഉയർപ്പിക്കാൻ എനിക്ക് ശക്തിയുണ്ട്, പക്ഷേ ആ ലാസർ ഉയർക്കണമെങ്കിൽ നീ വിശ്വസിക്കണം. അവൾ വിശ്വസിക്കുന്നുണ്ടോ എന്നറിയാനാണ് യേശു ലാസറിൻ്റെ കല്ലറയ്ക്കൽ വന്നിട്ട് കല്ലുരുട്ടി മാറ്റാൻ പറഞ്ഞത്. കല്ലുരുട്ടി മാറ്റാനുള്ള വിശ്വാസം അവൾക്കുണ്ടായപ്പോഴാണ് യേശു പറഞ്ഞത്, ലാസറസ് കം ഔട്ട്, ലാസറെ പുറത്തു വരിക. നോക്കുക, നിന്റെ വിശ്വാസത്തിൻ്റെ പ്രവർത്തിയുടെ മേൽ എൻ്റെ ദൈവം മരിച്ചവരെ ഉയർപ്പിക്കാൻ ശക്തനാണെന്ന് അവൾ വിശ്വസിച്ചപ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതം അവളിൽ വെളിപ്പെട്ടു വരാൻ, അവരുടെ ജീവിതത്തിൽ മരിച്ച് 4 ദിവസം കഴിഞ്ഞ് നാറ്റം വെച്ച ലാസറിനെ പുറത്തു കൊണ്ടുവരാൻ എൻ്റെ ദൈവത്തിന് കഴിഞ്ഞു. ഒറ്റ വാക്കുമതി ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുവാൻ, ഒറ്റ വാക്കുമതി അത്ഭുതം നടക്കാൻ. ലാസറസ് കം ഔട്ട്, ലാസറെ പുറത്തു വാ. ഇന്ന് എന്നെ കേൾക്കുന്ന താങ്കളെ നോക്കി, പിതാവേ നിന്നെ നോക്കി എൻ്റെ ദൈവം പറയുന്നു, ഒറ്റ വാക്ക്. എന്താണോ നിന്റെ ഭാരം, ആ ഭാരം കർത്താവ് എടുത്തു മാറ്റുക, അത്ഭുതം നടക്കുക. ഇസ്രായേൽ ജനം ദൈവത്തെ പരിമിതപ്പെടുത്തിയത് കൊണ്ടാണ് അവർ ആ മിസ്രയീമിൽ നിന്നുള്ള മരുഭൂ പ്രയാണത്തിൽ പട്ടുപോകാൻ കാരണം. നമ്മുടെയൊക്കെ ജീവിതത്തിലെ പരാജയങ്ങൾക്ക് കാരണം, തോൽവിക്ക് കാരണം നമ്മുടെ അവിശ്വാസമാണ്. ദൈവത്തെ നമ്മൾ ചെറുതായിട്ട് കാണുന്നു. ദൈവത്തിന് കഴിയുമോ നമ്മൾ ചോദിക്കുകയാണ്. ഞാൻ പറയട്ടെ, ഇസ്രായേലിൻ്റെ പരാജയത്തിൻ്റെ കാരണം അവർ ദൈവത്തെ പരിമിതപ്പെടുത്തിയത് കൊണ്ടാണ്. വിശുദ്ധ തിരുവെഴുത്തിൽ സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ തന്നെ നമ്മളത് കാണുന്നുണ്ട്. 78-ാം സങ്കീർത്തനം 41-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അവർ പിന്നെയും പിന്നെയും ദൈവത്തെ പരീക്ഷിച്ചു, ഇസ്രായേലിന്റെ പരിശുദ്ധനെ മോഷിപ്പിച്ചു. ഇംഗ്ലീഷിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, again and again they tempted God and limited the Holy One of Israel. അവർ ദൈവത്തെ പരീക്ഷിച്ചു എന്നുള്ളതിന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പരീക്ഷിച്ചു എന്നല്ല. യഥാർത്ഥത്തിൽ തന്നെ ട്രാൻസ്ലേഷൻ പിന്നെയും പിന്നെയും അവർ ദൈവത്തെ പരീക്ഷിച്ചു. അടുത്തത് മുഷിപ്പിച്ചു എന്നുള്ളതിന് അവർ ദൈവത്തെ, ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ ലിമിറ്റ് ചെയ്തു, പരിമിതപ്പെടുത്തി. എങ്ങനെ പരിമിതപ്പെടുത്തിയത്? അവരുടെ വാക്കുകളിലൂടെ പരിമിതപ്പെടുത്തി, അവരുടെ വിശ്വാസത്തിൽ പരിമിതപ്പെടുത്തി. നോക്കുക, അത് കാണുന്നത് അതേ അധ്യായത്തിൽ തന്നെ 19-20 വാക്യങ്ങളിലാണ്. 19-20 വാക്യങ്ങൾ വായിച്ചാട്ടെ. അവർ ദൈവത്തിന് വിരോധമായി വിരോധമായി സംസാരിച്ചു. മരുഭൂമിയിൽ മേശ ഒരുക്കുവാൻ. എന്താ അവർ ദൈവത്തിന് വിരോധമായി സംസാരിച്ചത്? മരുഭൂമിയിൽ മേശ ഒരുക്കാൻ ദൈവത്തിന് കഴിയുമോ? അവൻ പാറയെ അടിച്ചു, വെള്ളം പുറപ്പെട്ടു. തീക്കൽ പാറയിൽ നിന്ന് ദൈവം വെള്ളം തന്നു, ശരിയാ, ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്നാൽ ഈ മരുഭൂമിയിൽ ഞങ്ങൾക്ക് അപ്പം തരാൻ ദൈവത്തിന് കഴിയുമോ? നമ്മളൊക്കെ പറയുന്നത് പോലെ തലവേദന, ക്യാൻസർ മാറ്റിയ ദൈവത്തിന് തലവേദന മാറ്റാൻ കഴിയുമോ എന്ന്
ഇറങ്ങിത്തിരിച്ച കാലത്ത് വിശ്വസിച്ചു ക്യാൻസർ മാറ്റാൻ കഴിയും. ഇറങ്ങിത്തിരിച്ച കാലത്ത് വിശ്വസിച്ചു തീക്കൽ പാറയിൽ നിന്ന് വെള്ളം ദൈവം കൊടുത്തു. ഇപ്പം പറയുകയാണ് ആ തീക്കൽ പാറയിൽ നിന്ന് വെള്ളം ഒഴുക്കി തന്ന ദൈവത്തിന് മരുഭൂമിയിൽ അപ്പം തരാൻ പറ്റുമോ? ദൈവത്തെ പരിമിതപ്പെടുത്തി, ദൈവത്തെ അവർ ചെറുതായിട്ട് കണ്ടു. അതാണ് അവർ ദൈവത്തിന് വിരോധമായി സംസാരിച്ചു. അത് അവരുടെ ജീവിതത്തിൽ പരാജയത്തിന്, തകർച്ചയ്ക്ക് കാരണമായി തീർന്നു. ദ ലിമിറ്റഡ്, അവർ ദൈവത്തെ, സർവശക്തനെ പരിമിതപ്പെടുത്തി. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, നീ രോഗിയാണോ? നീ വേദനയിലാണോ? നീ ദുഃഖത്തിലാണോ? നീ ക്യാൻസർ രോഗത്തിലാണോ? അല്ലെങ്കിൽ ട്യൂബർക്കുലോസിസ് ആണോ? നിനക്ക് എന്ത് രോഗമാണോ? അല്ല കടഭാരമാണോ? അല്ലെങ്കിൽ നിന്റെ കുടുംബ തകർച്ചയാണോ? തലമുറയെക്കുറിച്ചുള്ള വേദനയാണോ? ഞാൻ ആത്മാവിൽ ദൂത് കൈമാറുകയാണ്. പ്രവചനാത്മാവിൽ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ വിശ്വസിക്കുക. എൻ്റെ ദൈവത്തിന് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ കഴിയും. എൻ്റെ ദൈവത്തിന് സകലതും സാധ്യം. എല്ലാം ദൈവത്തിന് കഴിയും. വിശ്വസിക്കുക. സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുകയാണ്. അവർ ഗാഡ് ഈസ് ആൻ അൺലിമിറ്റഡ് ഗാഡ്. നമ്മുടെ ദൈവം പരിമിതിയില്ലാത്ത സർവശക്തനായ, ഉന്നതനായ, അത്യുന്നതനായ ദൈവമാണ്. സർവശക്തനായ ദൈവം. നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. വിശ്വസിക്കുന്നവർ കണ്ണുകളെ അടച്ചാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ ആണിപ്പാടുള്ള കരങ്ങളിലേക്ക് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ അവിശ്വാസങ്ങളെ അവിടുന്ന് ക്ഷമിക്കണമേ. ഞങ്ങളുടെ ദൈവത്തെ വലുതായി കണ്ടുകൊണ്ട് വിശ്വാസത്തോടെ ദൈവിക അത്ഭുതങ്ങളെ ഏറ്റെടുക്കുവാൻ പ്രിയമുള്ളവരെ ദൈവം സഹായിക്കണമേ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ, അത്യുന്നതനായ, സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്നു. യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. സന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, സന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മമാരി കൊണ്ടു വിളക്കണമേ, ആത്മമാരി കൊണ്ടു വിളക്കണമേ. അവൻ ദൈവത്തിൻ്റെ തേജസ്സിന്നിവിടെ, ദൈവത്തിൻ്റെ തേജസ്സിന്നിവിടെ പ്രകാശിക്ക വേണം വെളിച്ചമായി, പ്രകാശിക്ക വേണം വെളിച്ചമായി. അവൻ പാപത്തിൻ്റെ എല്ലാ അന്ധകാരവും, പാപത്തിൻ്റെ എല്ലാ അന്ധകാരവും എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങി പോകട്ടെ. അവൻ എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങി പോകട്ടെ. അവൻ സ്വർഗ സന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, സ്വർഗ സന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മശക്തിയാലിന്നു നടത്തണമേ, ആത്മശക്തിയാലിന്നു നടത്തണമേ. അവൻ കല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളെയും, കല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളെയും അവൻ ഇന്നു വെഴുകുപോ ഒരുക്കണമേ, ഇന്നു വെഴുകുപോ ഒരുക്കണമേ. അന്നത്തിലങ്ങളെ ഒരുക്കിടുവാൻ, അന്നത്തിലങ്ങളെ ഒരുക്കിടുവാൻ അവൻ സ്വർഗ സിയോനിലെ വിത്തുവിതപ്പാൻ, സ്വർഗ സിയോനിലെ വിത്തുവിതപ്പാൻ. അവൻ നല്ല വണ്ണമാകും ഫലം കൊടുപ്പാൻ, നല്ല വണ്ണമാകും ഫലം കൊടുപ്പാൻ. അവൻ ആത്മതുള്ളി കൊണ്ടു നടക്കണമേ, അവൻ ആത്മതുള്ളി കൊണ്ടു നടക്കണമേ. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം പാറുന്നു, വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം പാറുന്നു. ദൈവത്തിന്റെ ആത്മാ ഉള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാ ഉള്ളിലാകുമ്പോൾ മായയായ ലോകത്തിൽ ഞാൻ ചേർന്ന് നിൽക്കാതെ, മായയായ ലോകത്തിൽ ഞാൻ ചേർന്ന് നിൽക്കാതെ എൻ രക്ഷകനാം യേശുവിൽ ഞാൻ ആശ്രയിച്ചിടും, എൻ രക്ഷകൻ